എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരിലേക്ക് സ്വാഗതം. ഒരുപാട് വിദ്യാർത്ഥികൾ നമ്മളോട് കമൻ്റ് അയച്ചും അല്ലാതെയൊക്കെ ചോദിക്കുന്നൊരു സംശയവും അവർക്ക് നേരിടുന്ന ഒരു പ്രശ്നവും തന്നെയാണ് +2 സേ എക്സാം അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻ്റ് എക്സാം അല്ലെങ്കിൽ റീവാലുവേഷൻ അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഡിഗ്രി അഡ്മിഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഇപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഓൾറെഡി വിളിച്ചു. ജൂൺ മാസം 11 വരെയാണ് അപേക്ഷിക്കാൻ സാധിക്കുക. കേരളത്തിലെ മറ്റ് പ്രമുഖ സർവകലാശാലയായ കാലിക്കറ്റ്, കേരള, MGM, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റികളൊക്കെ വിളിക്കും. ഏതാണ്ട് 1-2 ദിവസത്തിനകം അല്ലെങ്കിൽ 1 വീക്കിനകം എന്തായാലും അവരുടെ അഡ്മിഷൻ നടപടിക്രമങ്ങൾ ആരംഭിക്കും. അപ്പോൾ പല വിദ്യാർത്ഥികളും ആശങ്കയിലൂടെ അവിടെയാണ് കടന്നു പോകുന്നത്. അപ്പം 1-2 വിഷയത്തിന് സപ്ലി വന്നു, അപ്പോൾ ഡിഗ്രി പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഈ സേ എക്സാം എഴുതി കഴിഞ്ഞാൽ ഡിഗ്രിക്ക് പോകാൻ പറ്റുമോ? അതുപോലെ തന്നെ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്നവർക്കും റീവാലുവേഷൻ കൊടുക്കുന്നവർക്കും ഒക്കെ ഡിഗ്രിക്ക് പോകാൻ പറ്റുമോ എന്ന് പല വിദ്യാർത്ഥികളും ചോദിച്ചിരുന്നു. വിശദമായ വാർത്തയിലേക്ക് തന്നെ പോകാം. ആദ്യമായി ഡിജിറ്റൽ കാണുന്ന വിദ്യാർത്ഥിനികൾ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോട് പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പം നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകും തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിനെ വളരെ പ്രധാനം അറിയുന്നതാണ് ഡിഗ്രി അഡ്മിഷൻ 2006 +2 സേ ഇംപ്രൂവ്മെൻറ്റ് അതുപോലെ തന്നെ റീവാലുവേഷൻ ഒക്കെ ചെയ്യുന്നവർക്ക് ഡിഗ്രിക്ക് അഡ്മിഷന് അപ്ലൈ ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ചോദ്യം തന്നെയാണ്. മോസ്റ്റ് പ്രോബബ്ലി പറഞ്ഞാൽ സേ എക്സാം എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ഡിഗ്രിക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ വിഷയത്തിൽ നിങ്ങൾ ഫെയിലായി പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഡിഗ്രി പ്രവേശനത്തിനായിട്ട് അപ്ലൈ ചെയ്യാൻ അപേക്ഷ നൽകാൻ സാധിക്കില്ല. പക്ഷേ നിങ്ങൾക്കും അവസരം കിട്ടും. എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സേ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് വന്ന് നിങ്ങൾ പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിഗ്രി എന്ന പ്രവേശനം നേടാൻ സാധിക്കും. അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കും, അപ്ലൈക്കും അഡ്മിഷനും കാര്യങ്ങളൊക്കെ കഴിയുകയല്ലേ? അഡ്മിഷൻ ഏതാണ്ടെല്ലാം ക്ലോസ് ആവുമെങ്കിൽ പോലും സ്പോട്ട് അഡ്മിഷൻ ആ ടൈമിൽ നിലനിൽക്കും. അതായത് നിങ്ങളുടെ സേ എക്സാമിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞിട്ടും അത് കഴിഞ്ഞും പിന്നെയും കുറച്ച് ദിവസങ്ങൾ കൂടി അല്ലെങ്കിൽ കുറച്ച് ആഴ്ചകൾ കൂടി സ്പോട്ട് അഡ്മിഷൻ തുറന്നു തരും. സ്പോട്ട് അഡ്മിഷൻ അത് സേ എക്സാമിൽ പാസ്സായ വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയാണ് സ്പോട്ട് അഡ്മിഷൻ വീണ്ടും തുറന്നു തരുന്നത്. അങ്ങനെയുള്ള അവസരങ്ങൾ മുൻ വർഷങ്ങളിൽ കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ ചെയ്തു കൊടുക്കാറുണ്ട്. ഇപ്പോൾ അഡ്മിഷൻ ക്ലോസ് ആയാലും സേ എക്സാമിൻ്റെ റിസൾട്ട് വന്നു കഴിയുമ്പോൾ വീണ്ടും സ്പോട്ട് അഡ്മിഷൻ റീഓപ്പണിംഗ് ചെയ്ത് നൽകാറുണ്ട്. സേ റിസൾട്ട് വന്ന വിദ്യാർത്ഥികൾക്ക് പ്രവേശനത്തിനായി ആഗ്രഹിക്കുന്നവർക്ക് പ്രവേശിക്കാൻ വേണ്ടി അതിനുള്ള അവസരം നൽകാറുണ്ട്. അത് ഈ വർഷം അങ്ങനെ ഉണ്ടാവും. ഇനി ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എഴുതുന്നവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എഴുതുന്നവർക്ക് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അഡ്മിഷൻ വിളിച്ചു കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യാം. കാരണം നിങ്ങൾ +2 എന്ന പ്രോഗ്രാം കംപ്ലീറ്റ് ആയവരാണ്. നിങ്ങൾ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്നത് മാർക്ക് വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് ഡിഗ്രിക്ക് അപ്ലൈ ചെയ്യുന്നതിന് പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്ക് അതായത് നിലവിലെ +2 മാർക്ക് വെച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. പിന്നെ നിങ്ങൾ ഇമ്പ്രൂവ്മെൻറ്റ് റിസൾട്ട് വന്നു കഴിയുമ്പോൾ നിങ്ങളുടെ മാർക്ക് ഇൻക്രീസ് ആകുകയാണ്. നിങ്ങൾ ഇൻകേസ് നിങ്ങളുടെ മാർക്ക് കൂടുകയാണെങ്കിൽ ആ മാർക്ക് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളത് പ്രധാനമായും ശ്രദ്ധിക്കുക. അതായത് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന മാർക്ക് മുഖേന ഡിഗ്രി പ്രവേശനത്തിനായിട്ട് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാം. പക്ഷേ ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ ഇമ്പ്രൂവ്മെൻറ്റിൽ മാർക്ക് കൂടിക്കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. അഡ്മിഷൻ സമയത്ത് നിങ്ങൾക്ക് ആ മാർക്ക് ഷീറ്റ് കാണിക്കാം. പക്ഷെ എന്നാൽ പോലും നിങ്ങളുടെ പ്രവേശന സമയത്ത് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പഴയ മാർക്ക് വെച്ചാണ് അപ്ലൈ ചെയ്യുന്നത്. ആ പഴയ മാർക്ക് പിന്നീട് നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കുന്നില്ലെന്ന് പ്രധാനമായി ശ്രദ്ധിക്കുക. അത് നിങ്ങൾക്ക് ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരു വിഷയം റീവാലുവേഷൻ ചെയ്തു. ആ വിഷയത്തിന് നിലവിലുണ്ടായിരുന്നതിനെ കഴിഞ്ഞ് മാർക്ക് കൂടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് അവിടെ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കില്ല. നിങ്ങളുടെ പഴയ മാർക്ക് വെച്ച് തന്നെയായിരിക്കും പ്രവേശന നടപടികളും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പഴയ മാർക്ക് വെച്ച് തന്നെയായിരിക്കും. പുതിയ മാർക്ക് നിങ്ങൾക്ക് പേഴ്സൻറ്റേജിലേക്ക് മാത്രമേ കൂട്ടിയെടുക്കാൻ പറ്റുകയുള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് ഇപ്പോൾ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ റിസൾട്ട് വന്നു കഴിയുമ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? മാർക്ക് ആഡ് ചെയ്യാൻ പറ്റൂല എന്നുള്ളത് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങളുടെ പഴയ മാർക്ക് വെച്ച് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. റീവാലുവേഷൻ കൊടുക്കുന്നവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇപ്പം റീവാലുവേഷൻ കൊടുക്കുന്ന തോറ്റ വിദ്യാർത്ഥികൾക്ക് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഫെയിലായ സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല? ഇപ്പോൾ നിലവിൽ സ്പോട്ട് അഡ്മിഷനായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. ഡിഗ്രി അഡ്മിഷനായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. നിങ്ങൾ പാസ്സായതിന് ശേഷം മാത്രമേ അപ്ലൈ ചെയ്യാൻ സാധിക്കൂ. എന്നാൽ മാർക്ക് കൂടാൻ വേണ്ടി റീവാലുവേഷൻ നൽകുന്ന വിദ്യാർത്ഥി +2 പാസ്സായി
മാർക്ക് കൂടാൻ വേണ്ടിയാണ് റീവാലുവേഷൻ നൽകുന്നതെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് ഡിഗ്രി അഡ്മിഷനായി പ്രവേശനം നൽകാം. തീർച്ചയായും ഇപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റി കോൾ ഫോർ ചെയ്തിട്ടുണ്ട്. അഡ്മിഷൻ സംബന്ധമായ എല്ലാ വിവരങ്ങൾക്കും തന്നെ ഇപ്പോഴും തന്നെ ചാനൽ ഫോളോ ചെയ്ത് നോക്കുക. അപ്പോൾ പുതിയ വീഡിയോ കാണുന്നതിന് മൈ നെയിം ഈസ് കൃത ഫൗണ്ടർ സ്ക്രീൻ ഫോർ ദ കരിയർ ഗൈഡ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.